നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓട്ടിസവും അതിന്റെ ഹോമിയോപ്പതിക് മാനേജ്മെന്റുമാണ്. ഈ വിഷയം ചർച്ച ചെയ്യാനായി നമ്മോടൊപ്പം ഉള്ളത് വിദ്യാധിരാജ ഹോമിയോപ്പതിക് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആയ ഡോക്ടർ ബിന്ദു ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം മാം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. മാം, ഈ ഓട്ടിസത്തെ കുറിച്ച് പറയുമ്പോൾ പല ആൾക്കാരും പറയാറുള്ളത് ഈ ഓട്ടിസത്തിന്റെ ചികിത്സയ്ക്ക് നമുക്ക് വലിയ റോളില്ല എന്നുള്ളത്. ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഓട്ടിസവുമായിട്ട് എന്നുള്ള ഒരു 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 കാര്യം എടുക്കുമ്പോൾ ഒരു അസുഖമായിട്ട് ഇതിനെ കണക്കാക്കിയതുണ്ടോ? പല ആൾക്കാരും നോക്കി ഇത് ജന്മനാ വരുന്നതാണോ, അതോ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് എന്റെ കുട്ടിക്ക് 2 വയസ്സ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു, എല്ലാം സംസാരിച്ച് തുടങ്ങിയതാണ്, പിന്നെ കുറച്ച് മെല്ലെ മെല്ലെ പതുക്കെ പറക്കോട്ട് പോയി അത് ഓട്ടിസത്തിലേക്ക് അങ്ങ് വഴുതി വീഴുകയാണ് ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിൽ ശരിയാണോ? ഓട്ടിസവുമായിട്ടാണ് ഒരു കുട്ടി ജനിക്കുന്നത്? അങ്ങനെ ശരിക്കും ഇതിന് ഒരു ജനറ്റിക് ഡിസോർഡർ ആയിട്ട് പറയുന്നുണ്ടെങ്കിലും അതാണ് ഇതിന്റെ ഒരു കോസ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ തിരിച്ചറിയുന്നത് മിക്കവാറും 1.5 വയസ്സ് 2 വയസ്സാകുമ്പോഴാണ്. അപ്പൊ അതുവരെ ഈ കുട്ടി പൂർണ്ണമായിട്ടും കുഞ്ഞുങ്ങളെല്ലാം തന്നെ നോർമൽ ആയിരിക്കും. അത് കഴിയുമ്പോഴായിരിക്കും സംസാരം പുറകോട്ട് പോവുകയോ അല്ലെങ്കിൽ അതുവരെ വന്ന ഡെവലപ്മെന്റിലൊക്കെ ബുദ്ധിമുട്ടായിട്ടും ശ്രദ്ധിക്കാതിരിക്കുക, വിളിച്ചാൽ ശ്രദ്ധിക്കാതിരിക്കുക. അപ്പൊ ആദ്യമൊക്കെ കേൾവി കുറവായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധി കുറവായിട്ടോ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുക. പിന്നീടാണ് ഇത് ശരിക്കും ഡയഗ്നോസ് ചെയ്യുന്നത് ഒരു 4-5 വയസ്സാവുമ്പോൾ. അപ്പോഴും കുട്ടി സംസാരിച്ച് തുടങ്ങുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ ബുദ്ധിമുട്ട് കാണിക്കുക അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കുട്ടിക്ക് എന്തോ കാര്യമായ തകരാറുണ്ട് എന്നുള്ള സംശയത്തിൽ കൊണ്ടുപോകാറുള്ളത്. പലപ്പോഴും ഡോക്ടറെ അടുത്തേക്ക് വരുന്ന കുട്ടികൾ പലതും ഓട്ടിസവുമായിട്ട് വരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഓട്ടിസം സസ്പെക്ട് ചെയ്ത് വരുന്ന കുട്ടികൾ പലതും യഥാർത്ഥത്തിൽ ഡോക്ടറെ അടുത്തേക്ക് വന്ന് നമ്മളത് നോക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഓട്ടിസം ആയിരിക്കണമെന്നില്ല. അങ്ങനെ വരാറുണ്ടോ? കൂടുതൽ പേരും അങ്ങനെ തന്നെ വരുന്നവരാണോ? ഇല്ല, സംശയം കൊണ്ട് വരും. കാര്യം എല്ലാവർക്കും ആകുല തന്നെ. ഇപ്പോൾ നമുക്കറിയാം ഓട്ടിസത്തിന്റെ എണ്ണം എന്ന് വെച്ചാൽ ഓട്ടിസം ഉള്ള കുട്ടികളുടെ എണ്ണവും എല്ലായിടത്തും ഇതിനെ പറ്റിയുള്ള സംസാരം കൂടുതലായതുകൊണ്ടും അല്ലെങ്കിൽ ഇപ്പോൾ തിരിച്ചറിയുന്നത് കൊണ്ട് ഓട്ടിസത്തിനെ പറ്റി ഒരുപാട് പരിപാടികൾ വരുന്നത് കൊണ്ട് എല്ലാവരും ആശങ്കാകുലരാണ്. എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിന് ഓട്ടിസം ആണോ, അപ്പം ശരിക്കും ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഇത്തിരി ശ്രദ്ധക്കുറവ്, പഠന വൈകല്യങ്ങളുള്ളതാണെങ്കിലും ഓട്ടിസം ആണെന്ന് തെറ്റിദ്ധരിച്ച് വരാറുണ്ട്. അപ്പോൾ ഇത് ശരിക്കും തിരിച്ചറിയണമെങ്കിൽ സാധാരണ കുട്ടികളുമായിട്ട് ഈ കുഞ്ഞുങ്ങൾക്കുള്ള വ്യത്യാസം എങ്ങനെയാണെന്നുള്ളത് ഒരു പാരന്റിനെയാണ് നമുക്കത് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. നോർമലി ഇപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ ഓട്ടിസത്തിലേക്ക് വരുന്ന കുട്ടികളുടെ ഏജ് മാഡത്തിന് അറിയാവുന്നതാണ്. അപ്പോൾ ആ ഏജിൽ നോർമൽ കുട്ടിയും ഓട്ടിസം ബാധിച്ച കുട്ടിയും അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടിയും ഓട്ടിസം ബാധിച്ച കുട്ടികളും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു ഒരുപാട് ഉപയോഗപ്പെടുമായിരിക്കും. ശരിക്കും നേരത്തെ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും. സാധാരണഗതിയിൽ ഒരു കുഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ മുഖത്ത് നോക്കുകയോ അല്ലെങ്കിൽ ഒരു വയസ്സായ കുഞ്ഞിനെ പേര് വിളിച്ചാൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വസ്തു താഴോട്ട് വീഴുകയാണെങ്കിൽ അത് ഞെട്ടുകയോ അല്ലെങ്കിൽ അതുമായിട്ട് റെസ്പോൺസ് എന്തെങ്കിലും കാണിക്കും. പക്ഷെ ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ വിളിച്ചാൽ ശ്രദ്ധിക്കുകയില്ല, അവരുടെ ലോകത്ത് തന്നെ മുഴുകിയിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ അടുത്തോ ആരെങ്കിലും ഉള്ളതായിട്ട് പോലും അവർ തിരിച്ചറിയാറില്ല. അതുപോലെ തന്നെയാണ് ശബ്ദങ്ങൾ കേട്ടാലോ അല്ലെങ്കിൽ അമ്മ വിളിച്ചാലോ അമ്മയെ നോക്കി ചിരിക്കുകയോ പരിചയമുള്ളവരെ കാണുമ്പോൾ ചിരിക്കുകയോ അവരുടെ അടുത്ത് പോകാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യില്ല. അതേസമയം ഓട്ടിസം ഇല്ലാത്ത ഒരു കുഞ്ഞാണെങ്കിൽ പരിചയമുള്ള മുഖമാണെങ്കിൽ അവർ വിളിച്ചാൽ അവരുടെ അടുത്തേക്ക് പോവുക അല്ലെങ്കിൽ അപരിചിതരെ കാണുമ്പോഴത്തേക്ക് ഒരു ആങ്സൈറ്റി കാണിക്കുക. പക്ഷേ ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾ ഇതിലൊന്നും പ്രതികരിക്കില്ല. അവർക്ക് പരിചയമുള്ളവരും ഇല്ലാത്തവരും എല്ലാം ഒരുപോലെ ആയിരിക്കും. പിന്നെ വളരെ വയലന്റ് ആയിട്ട് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ പ്രതികരിക്കാറുണ്ട്. എന്ന് വെച്ചാൽ വെറുതെ വാശി പിടിച്ച് കരയുക, പുതിയതായിട്ട് ഉടുപ്പിടാൻ സമ്മതിക്കാതിരിക്കുക. അതേസമയം സാധാരണ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് വിശക്കുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് വേണം എന്നുള്ള സാധനങ്ങൾ കൊടുക്കാതിരിക്കുമ്പോഴായിരിക്കും ഈ വാശി കാണിക്കുക. ഇത് ഒരു റീസണും ഇല്ലാതെ വാശി കാണിക്കുക. ഇങ്ങനെയൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ കാണുമ്പോഴേ ശ്രദ്ധിക്കാൻ കുഞ്ഞിന് എന്തെങ്കിലും വ്യത്യാസമുണ്ട്. അതുപോലെ നടന്നു തുടങ്ങുമ്പോൾ ടോ വാക്കിംഗ് എന്ന് പറയും. ഉപ്പുറ്റി ഊന്നാതെ വിരലുകൾ മാത്രം ഊന്നി നടക്കുക. അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ വിളിക്കുമ്പോൾ അടുത്ത് നിന്ന് വിളിക്കുമ്പോൾ കൈ കാണിക്കുമ്പം കയ്യിലേക്ക് വരാൻ ശ്രമിക്കാതിരിക്കുക. അല്ലെങ്കിൽ കളിപ്പാട്ടം 2 വയസ്സാവുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഇമിറ്റേറ്റ് ചെയ്ത് കളിക്കും. അതായത് ഡോക്ടറിനെ പോലെ കാണിക്കുക അല്ലെങ്കിൽ അമ്മ പാചകം ചെയ്യുന്നത് പോലെ യൂട്ടൻസിൽസ് വെച്ച് കളിക്കുക. ഇതൊന്നും ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾ ചെയ്യാറില്ല. ഒരു ഡോക്ടറെ അടുത്തേക്ക് കുട്ടി എത്തിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും ഓട്ടിസം ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഡോക്ടറുടെ അല്ലെങ്കിൽ സാധാരണ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്? അതിനകത്ത് ലാബ് ഇൻവെസ്റ്റിഗേഷൻ ഏതെങ്കിലും റോളുണ്ടോ, അതോ ഈ കുട്ടിയെ അടുത്ത് സംസാരിച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുമോ നമ്മൾ ഓട്ടിസം ബാധിച്ച കുട്ടികൾ? അതുപോലെ തന്നെ ഈ ബ്രിമ്മിൽ നിൽക്കുന്ന കുട്ടികളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും, ഓട്ടിസത്തിലേക്ക് പോകുന്ന കുട്ടികളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും? ശരിക്കും ഓട്ടിസത്തിന് ഒരു ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഈ ജന്നി വരിക അല്ലെങ്കിൽ ഫിറ്റ്സ് വരുമ്പോൾ EG ചേഞ്ചസ് ചില കുഞ്ഞുങ്ങളിൽ EG ചേഞ്ചസ് കാണാറുണ്ട്. പക്ഷെ എല്ലാവരിലും നിർബന്ധമല്ല.
അല്ലാതെ തീർച്ചയായും ഈ ഒരു സിംറ്റംസിന്റെ ബേസിൽ മാത്രമേ ഈ കുഞ്ഞുങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് 3 കാര്യങ്ങൾ മെയിനായിട്ടും ഐ കോണ്ടാക്ട്, വിളിക്കുമ്പോൾ മുഖത്തേക്ക് നോക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കളിപ്പാട്ടം കൊടുക്കുകയാണെങ്കിൽ ആ കളിപ്പാട്ടത്തിന്റെ ശരിക്കുള്ള യൂസ് അറിയാതെ, അതായത് കാറാണെങ്കിൽ ഓടിച്ച് കളിക്കുക, അതിന് പകരം അതിന്റെ വീൽസ് കറക്കി കളിക്കുക, അല്ലെങ്കിൽ സ്ഥിരമായി കൈ കൊണ്ട് എന്തെങ്കിലും അംഗവിക്ഷേപങ്ങൾ സ്ഥിരമായി കാണിക്കുക, കളിപ്പാട്ടം എടുത്ത് നക്കുക, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഇത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമാണെന്ന് തിരിച്ചറിയുകയും ആ സമയത്ത് തന്നെ കൊണ്ടുവരികയും ചെയ്താൽ എത്രയും പെട്ടെന്ന് അത് നമുക്ക് ഇതൊക്കെയാണ് മെയിനായിട്ട് ഡയഗ്നോസ്റ്റിക് ഫീച്ചർ. അതുപോലെ തന്നെ സ്ഥിരമായി കൊടുക്കുന്ന രീതിയിൽ ഫുഡ് കൊടുക്കുക, അവിടെ നിന്ന് മാറുക, പുതിയ സ്ഥലങ്ങൾ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പുതിയ ഡ്രസ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പുതിയ വ്യക്തികളെ കാണുമ്പോൾ ഉള്ള അഭിമുഖീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഓട്ടിസം സസ്പെക്ട് ചെയ്യുന്നത്. ഇതിൽ ഓട്ടിസം മേടിച്ച കുട്ടികളെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് അവരെ അച്ഛൻ, അമ്മ, അമ്മമ്മ, അപ്പൂപ്പൻ, ഇവരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഓട്ടിസം പഠിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം വീട്ടിലെല്ലാം തല്ലിപ്പൊട്ടിക്കുക, പേരൻസിനെ അമിതമായിട്ട് ഉപദ്രവിക്കുക, സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അതിനെ ഉപദ്രവിക്കുക, അവർക്ക് യാതൊരുവിധ ഇമോഷണൽ അറ്റാച്ച്മെന്റും ആരോടും കാണിക്കാതിരിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാൻ പോലെ തന്നെയും അവിടെയുള്ള വീട്ടിൽ ഡോക്ടറുടെ അവരുടെ ഡെസ്കിലിരിക്കുന്ന സാധനങ്ങളൊക്കെ തല്ലിപ്പൊട്ടിക്കുക, ഇങ്ങനെ വളരെ വയലന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഓട്ടിസം ബാധിച്ചിട്ടുള്ളത്. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കുമോ? നമുക്ക് എപ്പോ ചികിത്സ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഓട്ടിസം സസ്പെക്ട് ചെയ്യുമ്പോൾ തന്നെ ചികിത്സ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം? ശരിക്കും ഓട്ടിസം എത്രയും പെട്ടെന്ന്, ഓട്ടിസം മാത്രമല്ല എല്ലാ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സും എത്രയും പെട്ടെന്ന്, അതായത് വളരെ ചെറിയ ഏജിലെ ഇത് ഡയഗ്നോസ് ചെയ്യുകയും അതിന് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ കുഞ്ഞുങ്ങളെ നമുക്ക് സാധാരണഗതിയിലേക്ക് അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിനെ എത്രയും പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഓരോ കുഞ്ഞും വ്യത്യസ്തരാണ്. ഇപ്പം ഓട്ടിസം ബാധിച്ച് 10 കുട്ടികളുണ്ടെങ്കിൽ 10 കുട്ടികളും വ്യത്യസ്തരാണ്. കാര്യം ചില കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഈ ഓട്ടിസം ഉള്ള രോഗി എന്ന് വെച്ചാൽ കൈയോ അല്ലെങ്കിൽ സ്വന്തമായി ഇഞ്ചുറി ചെയ്യുക, കവിളിലിരിക്കുക, അപ്പോൾ മുക്കിൽ കൂടെ ബ്ലഡ് വരിക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കൈ കടിച്ചു മുറിക്കുക, അങ്ങനെയായിരിക്കും. ചിലരാണെങ്കിൽ അങ്ങനെയൊന്നും അല്ല, ഉറക്ക വിളിച്ച് ഒച്ച ഉണ്ടാക്കുക, അല്ലെങ്കിൽ ചിലർ സ്വന്തമായിട്ട് തല കൊണ്ടുവന്ന് ചോരലടിക്കുക, ചില കുട്ടികൾ താഴെ കിടന്ന് ഉരുളുകയാണ്, ചിലർ മറ്റുള്ളവരെ ഉപദ്രവിക്കും. ഇത് ഓരോ കുഞ്ഞും വ്യത്യസ്തരാണ്. അപ്പം ഇവർക്ക് അനുസരിച്ചുള്ള ഓരോ കുഞ്ഞിനും ഓരോ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പ്ലാനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും ഓട്ടിസം ബാധിക്കുന്ന ഒരുപോലെയാണോ? ആൺകുട്ടികളുടെ എണ്ണം പലപ്പോഴും കൂടുതലായിട്ട് കണ്ടുവരാറുണ്ടോ യഥാർത്ഥത്തിൽ ഓട്ടിസം? ആൺകുട്ടികളിലാണ് ഓട്ടിസം കൂടുതലായിട്ട് കാണുന്നതെങ്കിലും പെൺകുട്ടികളിൽ വരികയാണെങ്കിൽ അതിന് സിവിയറിറ്റി കൂടുതലായിരിക്കും. ആൺകുട്ടികളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പെൺകുട്ടികളിലായിരിക്കും സിവിയറിറ്റി കൂടുതൽ. കോള് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഞാൻ ഉഷാകുമാരിയാണ്. ഡോക്ടർ നമ്മുടെ കൊണ്ടല്ല, സംശയം ചോദിച്ചോളൂ മാഡം, പറയൂ. ഞാൻ വിളിച്ചത് എന്താ അറിയോ, എന്റെ തൊണ്ടയ്ക്കകത്ത് 6 മുഴയുണ്ട്. പറഞ്ഞോളൂ മാഡം. തൊണ്ടയ്ക്കകത്ത് 6 മുഴയുണ്ട്. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാണിച്ച് അവിടുന്ന് അത് ഓപ്പറേഷൻ ചെയ്യാനൊന്നും പറ്റില്ല പറഞ്ഞു. അപ്പൊ അത് ആയുർവേദത്തിലൂടെ ഇത് മരുന്നുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടി വിളിച്ചത്. മാഡം, നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ചോദ്യമാണ് മാഡം ചോദിച്ചത്. നമ്മളത് ഹോമിയോപ്പത്തിക് മാനേജ്മെന്റ്, ഓട്ടിസവും അതിന്റെ ഹോമിയോപ്പത്തിക് മാനേജ്മെന്റുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാഡം. ഓക്കെ, മാഡത്തിന്റെ സംശയം നമുക്ക് ദൂരീകരിക്കാൻ സാധിച്ചിട്ടില്ല. വേറൊരു ടോപ്പിക്ക്, അതുപോലെ തന്നെ വേറൊരു സ്പെഷ്യാലിറ്റിയുമായിട്ട് സംസാരിച്ചത് കൊണ്ടാണ് മാഡം വിളിച്ചതിന് നന്ദി. മാഡം, ഈ ഓട്ടിസവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഓട്ടിസവുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്ര നാൾ ചികിത്സിക്കണം? എപ്പോൾ ഇവരെ നമുക്ക് നോർമൽ ഒരാളായിട്ട് കൊണ്ടുവരാൻ പറ്റും? ഇവരെ ഒരു നോർമൽ സ്കൂളിൽ അയക്കാൻ പറ്റുമോ? നമുക്കൊരു നോർമൽ കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റും? ഇതെല്ലാം പേരൻസിന്റെ ഒരു സംശയമാണ്. ശരിക്കും ഈ കുഞ്ഞുങ്ങളെ നമ്മൾ നോർമൽ സ്കൂളിൽ വിടണം എന്നാണ് പറയുന്നത്. കാര്യം നോർമൽ സ്കൂളിൽ ഇതുപോലെ സ്പെഷ്യലി ട്രെയിൻഡ് ടീച്ചേഴ്സ് ഉള്ള നോർമൽ സ്കൂളിൽ കുട്ടികളെ വിടണം എന്നാണ്. അതിനകത്ത് തന്നെ ഇവർക്ക് വേണ്ട കരിക്കുലം, അതായത് സെപ്പറേറ്റ് ആയിട്ടുള്ള തെറാപ്പി കൊടുക്കുന്ന കുറച്ച് മണിക്കൂർ ഇവർ ആ തെറാപ്പി അറ്റൻഡ് ചെയ്യും. ബാക്കി സമയം സാധാരണ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ അവരുമായിട്ട് സഹകരിക്കാനും അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ കുട്ടികൾ പഠിക്കുകയുള്ളൂ. പിന്നെ എത്ര കാലം ചികിത്സ തേടണമെന്നോ അല്ലെങ്കിൽ എത്ര നാൾ കൊണ്ട് നോർമൽ ആക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശരിക്കും ഓട്ടിസം കുഞ്ഞിലേ ഡയഗ്നോസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ലൈഫ് ലോങ് ഡിസബിലിറ്റി ആയിട്ടാണ് പറയുന്നത്. വളരും തോറും കുറച്ചൊക്കെ വ്യത്യാസം വരും എന്നുള്ളതല്ലാതെ. പക്ഷേ ഇപ്പോൾ ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് നമുക്കൊരു 2-3 വർഷം കൊണ്ട് ഏകദേശം ഈ കുഞ്ഞുങ്ങളെ നോർമൽ സ്കൂളിലേക്ക് വിടാൻ പറ്റും. ഇപ്പോൾ ഞങ്ങളുടെ OP-യിൽ തന്നെ വന്നുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ റീസെൻ്റായിട്ട് 2 പേര്
ഇപ്പം നോർമൽ സ്കൂളിലേക്ക് ഫുള്ളി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുവിധം ട്രീറ്റ്മെൻറ്റ് നിർത്തുന്ന ലെവലിലേക്ക് ഒരു കുട്ടിയെ പൂർണ്ണമായും ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് ഉൾപ്പെടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രോമിസിങ് റിസൾട്ടാണ് ശരിക്കും ഹോമിയോപ്പതി കൊണ്ട് കിട്ടിയിരിക്കുന്നത്. അല്ലാതെ നമുക്കൊരു ഇത്ര കാലമുണ്ട്. കാര്യം ചില കുഞ്ഞുങ്ങൾക്ക് സ്പീച്ച് ഉണ്ടാവും, ചിലർക്ക് സ്പീച്ച് വന്നിട്ടുണ്ടാവില്ല, ചിലർ ആംഗ്യ ഭാഷയിലൂടെ മാത്രം എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കും, ചിലർ ഒട്ടും തന്നെ എക്സ്പ്രസ് ചെയ്യില്ല, ചിലർ മോഷൻ പോകാനോ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാനോ ഒക്കെ പറയുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ആംഗ്യങ്ങൾ കാണിക്കുന്നവരായിരിക്കും. മിക്ക കുട്ടികൾക്കും ഇതൊന്നും തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത കുട്ടികളായിരിക്കും. അപ്പോൾ അവരെ ഇതെല്ലാം ട്രെയിൻ ചെയ്ത് ആ രീതിയിലേക്ക് സാധാരണ കുട്ടികളുടെ കൂടെ ഇടപഴകുന്ന രീതിയിലാക്കിയാൽ മാത്രമേ നമുക്കൊരു നോർമൽ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു കോളോടെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? ഹലോ, എന്റെ പേര് അമ്പിളിയാണ്. ഡോക്ടർ നമ്മുടെ ഒപ്പം ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ മാഡം, പറയൂ. എന്റെ രണ്ടാമത്തെ കൊച്ചിന് ഇങ്ങനെ വയ്യായികയുണ്ട്. പറഞ്ഞോളൂ മാഡം. മാഡം ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിക്കാം. ശരി ശരി. പറഞ്ഞോളൂ മാഡം. രണ്ടാമത്തെ കുട്ടിക്ക് ആൺകൊച്ചാണേ. മാഡം കുറച്ചുകൂടെ ഒച്ചത്തിൽ സംസാരിക്കാമോ? രണ്ടാമത്തെ കുട്ടി ആൺകുട്ടിയാണേ. ഓക്കെ. അതിന് ജനിച്ചപ്പോ തൊട്ട് ഒരു വൈകല്യം പോലെ എണിക്കാനും ശരിയാനൊന്നും കഴിവില്ല. നമ്മളെ വിളിക്കുമ്പോ നോക്കാറുമില്ല. അങ്ങനെയൊക്കെ ഒരു കംപ്ലൈന്റ് ആണ്. അത് എന്താണെന്നുള്ളത് ഒന്ന് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. പ്രായം എത്രയുണ്ട് മകന്? മകനിപ്പോ 1 വയസ്സായി. 1 വയസ്സ്. ആദ്യം മുതലേ തന്നെ നോക്കുക ഒന്നും ചെയ്യില്ല അതോ? ചെയ്തു. ഞങ്ങള് 3 മാസം കഴിഞ്ഞപ്പോ കഴുത്തൊന്നും ഉറച്ചിട്ടില്ല കുട്ടീന്റെ. അപ്പൊ എന്താന്ന് നോക്കാൻ വേണ്ടി പോയി. അപ്പൊ MRI ഒക്കെ എടുത്തപ്പോ കുട്ടീന്റെ തലച്ചോറിലെ നരമ്പിന്റെ ഒരു ട്രബിൾ ഉണ്ട് എന്ന് പറഞ്ഞു. അത് ഇതുമായിട്ട് ഓട്ടിസം അല്ല. ഓട്ടിസം അല്ലാതെ തന്നെ ഒരുപാട് എന്നുവെച്ചാൽ തലച്ചോറിലേക്ക് രക്തം പോകുന്നതിൻ്റെ അളവ് കുറഞ്ഞാൽ അല്ലെങ്കിൽ ഓക്സിജൻ പോകുന്നത് കുറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ തലച്ചോറ് സംബന്ധമായ മറ്റ് പല അസുഖങ്ങളും ഉണ്ട്. പക്ഷെ ഓട്ടിസത്തിന്റെ കൂടെ വരുന്നതല്ല. അതിന് സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ തെറാപ്പിയും വേണം. ഏതെങ്കിലും ഓരോ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിനെ തന്നെ കാണിക്കുക. ഞങ്ങള് കാണിച്ചു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അവിടെയാണ് പോയി കാണിച്ചിട്ടുണ്ടായിരുന്നു ന്യൂറോളജിസ്റ്റിന്. കുട്ടികളെ നോക്കുന്ന ഡോക്ടറിനെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. എന്താ അപ്പൊ ഇതിന് എന്താ പറഞ്ഞത് ചോദിച്ചാൽ അവര് ഇതിന് പ്രത്യേകിച്ചൊരു ചികിത്സ ഇല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. എന്താണ് ശരിക്കും ഇപ്പൊ കുഞ്ഞിന്റെ അവസ്ഥ എന്താണ്? കുഞ്ഞിന്റെ നമ്മളുടെ തലച്ചോറിലെ അതില് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് ല്യൂക്കോഡിസ്റ്റോപ്പി എന്നാണ് എഴുതിയിരിക്കുന്നത്. അവന്റെ MRI റിപ്പോർട്ടില് എഴുതിയിരിക്കുന്നത്. തിരിച്ചറിയുന്നുണ്ടോ അമ്മയൊക്കെ? കുഞ്ഞ് തിരിച്ചറിയുന്നുണ്ടോ? കാഴ്ചശക്തി തിരിച്ചറിയുന്ന പറഞ്ഞാൽ ഇപ്പോഴൊക്കെ വിളിക്കുമ്പോ ശബ്ദമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ വിളിക്കുമ്പോ കണ്ണുകൊണ്ട് നേരെ നോക്കാനോ അങ്ങനെയൊന്നും പെട്ടെന്ന് കഴിയണില്ല. കഴുത്ത് ഉറച്ചിട്ടില്ല കുട്ടിക്ക്. അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇത് കിടത്തിയാ ഇങ്ങനെ മലന്ന് കിടക്കും. ചെയ്യാനോ അങ്ങനെയുള്ള ഒരു കഴിവൊന്നും ഇല്ല. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഫിസിയോതെറാപ്പിയോ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കി? ഫിസിയോതെറാപ്പി ഞങ്ങൾ ചെയ്തു. കുറച്ച് 2 മാസത്തോളം ചെയ്തു. അപ്പൊ ചെറുതായിട്ടൊരു മാറ്റം ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടിക്ക് ഭക്ഷണം, പാലും മുലപ്പാലൊന്നും കുടിക്കാണ്ടായി. ആകെ ക്ഷീണമായി, പനി, കഫക്കെട്ടൊക്കെ വരുന്നു. അങ്ങനെയൊക്കെ ആയപ്പോ പിന്നെ ഞങ്ങളത് നിർത്തി. ഫിസിയോതെറാപ്പിയും ഹോമിയോപ്പതി ചികിത്സ ശ്രമിച്ചു നോക്കുക. പക്ഷെ ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓട്ടിസത്തിനെ പറ്റിയാണ്. ഓട്ടിസം ആയിട്ട് ഇത് ഓട്ടിസം അല്ല. ഇത് ഓട്ടിസം അല്ല അല്ലേ? അത് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഇത് ഓട്ടിസം അല്ല. ഓട്ടിസം ആണെങ്കിൽ കുഞ്ഞ് ബാക്കിയുള്ള മൈൽ സ്റ്റോൺസ് ഒക്കെ, അതായത് എന്നാൽ വിളിക്കുമ്പോ ചിരിക്കുന്നൊക്കെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇത് ഓട്ടിസം അല്ല, തലച്ചോറ് സംബന്ധം. ഓട്ടിസത്തിന് അങ്ങനെ തലച്ചോറ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കുറവാണ്. അതൊക്കെ സാധാരണ കുഞ്ഞുങ്ങളെ പോലെ തന്നെ ആയിരിക്കും. അവരൊരു 1.5 വയസ്സ് വരെ സാധാരണ കുഞ്ഞുങ്ങളെ പോലെയാണ് മെജോറിറ്റി ഉള്ള കുട്ടികളും വരുന്നത്. ശ്രദ്ധ മാത്രം കുറച്ച് കുറവായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിൽ ശ്രദ്ധ കൂടുതലായിട്ട് വരിക, അങ്ങനെയൊക്കെയാണ് കാണാറ്. ഇതിന് എന്തായാലും ഹോമിയോപ്പതിയും ഫിസിയോതെറാപ്പി അതുപോലുള്ള ചികിത്സാ രീതിയിൽ ശ്രമിച്ചു നോക്കുക. ഓക്കെ മാഡത്തിന് സംശയം മാറിക്കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിന് നന്ദി. ഈ ഓട്ടിസത്തിന് ഹോമിയോപ്പതിയുടെ തത്വങ്ങൾ എന്താണ്? യഥാർത്ഥത്തിൽ ഈ ഒരു ഓട്ടിസം ചികിത്സയിൽ ഹോമിയോപ്പതിയുടെ റോൾ എന്താണ്?
ഓട്ടിസം ചികിത്സയിൽ നിന്നല്ല, എന്ത് തന്നെയാണെങ്കിലും ഹോമിയോപ്പതിയിൽ ശരിക്കും പ്രധാനമായിട്ടും 3 തത്വങ്ങളാണുള്ളത്. ഒന്ന് സിംഗിൾ മെഡിസിൻ. സിംഗിൾ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗം ആയിട്ട് വന്നാൽ ഒരു രോഗിക്ക് ഒരു മരുന്നേ നമ്മൾ കൊടുക്കാറുള്ളൂ. ആ മരുന്ന് തന്നെ സെലക്ട് ചെയ്യുന്നത് ഒരു രോഗിയുടെ എല്ലാ പ്രത്യേകതകളും നോക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു രോഗത്തിനെന്ന് പറഞ്ഞിട്ടല്ല. ഇപ്പോൾ ഓട്ടിസം ആണെങ്കിലും 10 ഓട്ടിസം കുട്ടികൾക്കും 10 ഡിഫറെൻറ്റ് മരുന്നായിരിക്കും കൊടുക്കുന്നത്. എല്ലാ കുട്ടികൾക്കും ഒരേ മരുന്നായിരിക്കില്ല. അവരുടെ പ്രത്യേകത അനുസരിച്ചുള്ള ഒരു മരുന്ന് തന്നെയാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളെ വെച്ച് പല മരുന്നുകൾ ഒരു സമയത്ത് കൊടുക്കാറില്ല. രണ്ടാമത്തേത് മിനിമം ഡോസ്. എത്രയാണോ മരുന്ന് ആവശ്യം അത്രയും വളരെ മിനിമം ആയിട്ടുള്ള ക്വാണ്ടിറ്റി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. മൂന്നാമത്തേത് സമയത്ത് സിംഗിൾ മെഡിസിൻ, മിനിമം ഡോസ് ആൻഡ് ഇത് അതുപോലെ തന്നെ സമയാസമയങ്ങളിൽ ഇത് റിപ്പീറ്റ് ചെയ്യുക. ഇതെല്ലാം നോക്കിയിട്ട് ലക്ഷണങ്ങൾ നോക്കി മാത്രമാണ് കൊടുക്കാറുള്ളത്. ശരിക്കും ഓട്ടിസം വ്യക്തിഗത ട്രീറ്റ്മെന്റ് ആണ് ഇമ്പോർട്ടന്റ്. അതായത് ഒരു 10 പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ 10 മരുന്നായിരിക്കും നമ്മൾ രോഗിക്ക് കൊടുക്കുക. മാഡത്തിന്റെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഓട്ടിസത്തെ കുറിച്ച് നമുക്കറിയാം. ഓട്ടിസത്തിനെ കുറിച്ച് നമുക്ക് ഓട്ടിസം വീക്ക് കഴിഞ്ഞ മാസം കടന്നുപോയതാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടു. അതിന്റെ ഹോമിയോപ്പതിക് റോളിനെ കുറിച്ച് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയത് യഥാർത്ഥത്തിൽ ഇന്ന് തന്നെയാണ്. മാഡത്തിന്റെ തിരക്കേറിയ സമയം നമ്മുടെ പീപ്പിൾ ടിവിയുടെ പ്രേക്ഷകരോടും അതുപോലെ തന്നെ ഓട്ടിസത്തെ കുറിച്ചും വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നതിൽ ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങൾ അഭിപ്രായവും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.